ചെടികൾ കൊണ്ടും പൂക്കൾ കൊണ്ടൊക്കെ തീർത്തിട്ടുള്ള ഒരു മായാലോകം. സത്യത്തിൽ അതാണല്ലോ ദുബായിലുള്ള മിറാക്കിൾ ഗാർഡൻ എന്ന് പറയുന്നത്. ചെടികളെയും പൂക്കളെയൊക്കെ സ്നേഹിക്കുന്നവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു പോകാനേ തോന്നില്ല എന്ന് പറയുന്നത്. അതുപോലൊരു ലോകമാണ് അവരുടെ സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത്. 75 ദിർഹമാണ് ഇവിടുത്തെ എൻട്രി ഫീ വരുന്നത്. എമിറേറ്റ്സ് ആയിട്ട് കയ്യിലുള്ളവർക്ക് 52 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അകത്ത് കയറാം കേട്ടോ. ഈ പെരുന്നാളിനോടൊക്കെ അനുബന്ധിച്ച് ഫ്രീ എൻട്രി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ തിരക്ക് കൂടിയതിൻ്റെ പേരിൽ അവർ ആ ഫ്രീ എൻട്രി എടുത്തു കളഞ്ഞു. അപ്പോൾ അൽക്കൂസ് നിന്നാണ് ഞാൻ മിറാക്കിൾ ഗാർഡനിലേക്ക് പോകുന്നത്. അപ്പോൾ അൽക്കൂസിന് ഇങ്ങോട്ട് എങ്ങനെയാണ് പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം കേട്ടോ. ദുബായിൽ നിന്നാണ്. ഇവിടെ 3 ദിവസത്തെ ഹോളിഡേ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് പെരുന്നാളിന് 3 ദിവസമൊക്കെ അവധി കിട്ടണേ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടാണ് ഇവിടെ മിറാക്കിൾ ഗാർഡനിൽ ഫ്രീ എൻട്രി ഉണ്ടെന്ന് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു 19 ദിർഹം ആ റേഞ്ചിലൊക്കെ ടിക്കറ്റ് വരുന്നതാണ്. അവിടെ ഫ്രീ ആയിട്ട് എൻട്രി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഒരു സംഭവം കൂടെ കേട്ട് ഇവിടെ തിരക്ക് കൂടിയതുകൊണ്ട് ആ ഫ്രീ നിർത്തലാക്കിയത് നമ്മുടെ. അപ്പോൾ എന്തായാലും ഓരോരുത്തർ പറയുന്ന കേൾക്കുന്നതിൽ നല്ലത് എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാലോ എന്ന് കരുതി ഇറങ്ങിയതുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മിറാക്കിൾ ഗാർഡനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന അൽക്കൂസ് നിന്ന് മിറാക്കിൾ ഗാർഡനിലേക്ക് നിസ്സാര ദൂരമേ ഉള്ളൂ കേട്ടോ. ഒരു ടാക്സിയൊക്കെ എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മളുടെ യാത്ര സ്ഥിരമായിട്ട് ബസ്സിലായതുകൊണ്ട് നമ്മൾ ബസ്സിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയാണ് പോകാനായിട്ട് ഏറ്റവും എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന അൽക്കൂസ് നിന്ന് ഇക്വിറ്റി മെട്രോയിലേക്ക് ബസ് ഉണ്ടാവും. അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഒരു റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് മാൾ ഓഫ് എമിറേറ്റ് ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റേഷൻ ഉണ്ട്. അവിടുന്ന് മിറാക്കിൾ ഗാർഡനിലേക്ക് ഡയറക്റ്റ് ബസ്സാണ് കേട്ടോ. സത്യത്തിലൊരു 20 മിനിറ്റ് 25 മിനിറ്റ് കൊണ്ടൊക്കെ പോകേണ്ട ദൂരം ഇന്നിപ്പോൾ ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത്. പിന്നെ വെറുതെ ഓടിയാണ്ട് ചെല്ലണ്ടല്ലോ, നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് ദുബായിയുടെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ചെന്നാൽ പോരെ. ബസ് വരാൻ ഒരു 6 മിനിറ്റ് കൊണ്ട് ലേറ്റ് ആവും. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകാൻ നിൽക്കുമ്പോഴേ ബസ് എപ്പോഴാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കി മനസ്സിലാവട്ടോ. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടാവും. ഡൗട്ടുള്ളവരൊന്ന് കയറി കണ്ടോട്ടോ. ബസ്സിൽ കയറി ഇക്വിറ്റി മെട്രോയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാ ബസ് സ്റ്റാൻഡ് വരുന്നത്. നമ്മളിപ്പോൾ ഇനി ഇതായി കാണുന്ന ഫ്ലൈ ഓവറൊക്കെ ഉള്ള ജംഗ്ഷനില്ലേ, ആ ജംഗ്ഷൻ കടന്ന് അപ്പുറം ചെല്ലണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാൾ ഓഫ് എമിറേറ്റ് ബസ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഇനിയുള്ള ബസ് കിട്ടുന്നത്. നമ്മൾ ഈ റോഡിൽ കൂടെ നടക്കുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ഇങ്ങനെയൊക്കെ കണ്ട് നടക്കാനായിട്ട് സ്ഥലങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ആ ജംഗ്ഷൻ ഒന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തേട്ട് പോയാൽ മതിയെന്ന്. അതങ്ങനെ സിമ്പിളായിട്ട് നടക്കേണ്ട സംഭവമല്ല, അതൊക്കെ ക്ലോസ്ഡ് ആണ്. ചുറ്റിക്കറങ്ങി വേണം പോകാനായിട്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതുവരെ വന്നതിലും കൂടുതൽ കറങ്ങേണ്ടി വരും തോന്നുന്നുണ്ട് അപ്പുറത്തേക്ക് കിടക്കാനായിട്ട്. ഇവിടുത്തെ സംഭവങ്ങളൊക്കെ വല്ലാത്തൊരു പാടാണ് കേട്ടോ. നമ്മളൊരു നേരൊരു സംഭവം കണ്ടാൽ തന്നെ അതിനടുത്തേക്ക് നമുക്ക് എത്തണമെങ്കിൽ കിലോമീറ്റർ ചിലപ്പോൾ സഞ്ചരിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞത് ആ ഈ റോട്ടിൽ നിന്ന് അപ്പുറത്തെ റോഡിലേക്കാണ് കിടക്കേണ്ടത്. റോഡ് ക്ലോസ്ഡ് ആണ് കണ്ടോ. ഇനിയിപ്പോൾ ഇതിൽ പോകാനൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന ഓവർ ബ്രിഡ്ജ് ഉണ്ടോ, അത് കയറിയിട്ട് വേണം അപ്പുറത്തെ റോഡിലോട്ട് ഇറങ്ങാനായിട്ട്. അല്ലാണ്ട് നമുക്കിതാ ഇവിടെ ഒന്നും ചാടി അങ്ങനെ കിടക്കാനൊന്നും പറ്റില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ നമ്മൾ ഓവർ ബ്രിഡ്ജ് കയറാണ്. സൈഡിൽ തന്നെ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. മാൾ ഓഫ് എമിറേറ്റ് ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 105 നമ്പർ ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. എൻ്റെ കണക്കൂട്ടൽ പ്രകാരമാണെങ്കിൽ അതെല്ലാം ഫുള്ളായിട്ട് കിടപ്പുണ്ട്. അവിടെ ബസ് ഈസ് ഫുള്ളെന്നാണ് അവിടെ കൊടുത്തേക്കണത്. അവിടെ അതിൻ്റെ മുമ്പിലാണ് ഈ ആളുകളോട്ട് ക്യൂ നിൽക്കുന്നുണ്ട് കയറാനായിട്ട്. നമുക്ക് പോകാനുള്ള ബസ്സിലെ അവസ്ഥ, ബസ് ഇപ്പോൾ ഓൾറെഡി ഫുള്ളാണ്. അടുത്ത് വരുന്ന ബസ് നോക്കിയിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്ന F36 പോട്ടെ. ഇത് ആ ബസ്സിൻ്റെ അല്ല, നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ ഏകദേശം അടുത്ത് വരെ പോകുന്നൊരു ബസ്സാണ്. അങ്ങനെ അർജാനെ ചോദിച്ചിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൽ. ആ ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങണത്. 105 നമ്പർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ മിറാക്കിൾ ഗാർഡൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങാം. അല്ലാതെ ആ ബസ്സിനകത്ത് മുടിഞ്ഞ തിരക്കാണ്. സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഫുള്ളായിട്ടാണ് പുറത്തോട്ട് പോകുന്നത് ബസ്.
അപ്പോൾ അതുകൊണ്ടാണ് F36 കയറിയ 36 ഇറങ്ങി കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന അർജാൻ എന്ന് ബോർഡ് വെച്ചിട്ടുള്ളത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണം. ഇവിടുന്ന് ലേശം ഒന്നും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാൻ വഴി, മിറാക്കിൾ ഗാർഡനിലേക്കുള്ള വഴി. അങ്ങനെ മിറാക്കിൾ ഗാർഡൻ എത്താനായിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് മിറാക്കിൾ ഗാർഡൻ. പോലെ നമുക്ക് കാണുന്നതാണ് മിറാക്കിൾ ഗാർഡൻ. 75 ദിർഹമാണ് ഇതിൻ്റെ ഫീസ്, ഇവിടെ എൻട്രി ഫീ വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. 53 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കയറാം എമിറേറ്റ്സ് ഐഡി ഉള്ളവർക്ക്. മിറാക്കിൾ ഗാർഡൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്യൂ കയറാനൊക്കെ ആയിട്ടുള്ള. അകത്തേക്കുള്ള വ്യൂ ആണ് ഇത് കാണുന്നതൊക്കെ. ഇവിടുത്തെ ക്യൂ ആണോ ഇത് കാണുന്നത്. हो गया नाना, हो गया खलास है।